സ്ഥലത്തെ പ്രധാന കല്യാണം. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിവിധ കഥാപാത്രങ്ങളെ ഉൾക്കൊള്ളിച്ചൊരുക്കിയ സ്വതന്ത്ര ഹാസ്യവിരുദ്ധ സമത്വ സുന്ദരമാണ് സ്ഥലം. സമാധാനം, സമാധാനം, ഇതത്രേ സ്ഥലത്തെ മുദ്രാവാക്യം. ഈ സ്ഥലത്തു നടന്ന ഒരു കല്യാണം രേഖപ്പെടുത്തുകയാണ് ഈ വിനീത ചരിത്രകാരൻ. സ്ഥലത്തെ പേരുകേട്ട മുച്ചീട്ട് കളിക്കാരനാണ് ഒറ്റക്കണ്ണൻ പോക്കർ അഥവാ വൺ ഐസ് മണി. ഇനി നിങ്ങൾ മാറിക്കൂട്ടരെ, ഈ പെമ്മക്കൾ ഒന്നിനെയെങ്കിലും ജീവനോടെ വെച്ചേക്കാവോ? മേപ്പടിയാന്റെ ഓമന മകളാണ് സൈനബ, സ്ഥലത്തെ പ്രധാന സുന്ദരി. സ്ഥലത്തെ പ്രധാന പോക്കറ്റടിക്കാരൻ മണ്ടൻ മുത്തപ്പയാകുന്നു സൈനബയുടെ കൽബ് പോക്കറ്റടിച്ചത്. കെട്ടിച്ചു തരുമോ? ഒരു പ്രേമചതിയുടെ പേരിൽ സ്ത്രീ വിദ്വേഷിയായി മാറിയ ഒരു കള്ളനാണ് ആനവാരി രാമൻ നായർ. ആനവാരികളെ ഞാൻ എന്നെ വിളിച്ചാൽ ആ മൂഴാക്കിയുടെ മൂക്ക് കെട്ടി ഞാൻ ഉപ്പിലിടും. മനുഷ്യനെ കുഴയ്ക്കുന്ന ഒരു ദാർശനിക ചോദ്യം ചോദിച്ച് ലോകത്തെ ഞെട്ടിച്ച ദാർശനിക കള്ളനാണ് പൊൻകുരിശ് തോമ. യേശുമിശിഹായെ ക്രൂശിച്ചത് മരക്കുരിശിലല്ലേ? പിന്നെ പള്ളിക്കെന്തിനാ പൊൻകുരിശ്? തോമായുടെ പ്രേമഭാചനമാണ് കൊച്ചു ത്രേസ്യ. ഇവരെ കൂടാതെ സ്ഥലത്തെ പ്രധാന രാഷ്ട്രീയ ചിന്തകനായ ബുദ്ധിജീവി, ബഹുജനപക്ഷത്തു നിന്ന് ബാർബർ ഉസ്മാൻ, പണക്കാരനായ സിൽക്ക് എന്നിവരും അണിനിരക്കുന്നു. സ്ഥലത്തെ പ്രധാന കല്യാണം. ഇന്നെങ്കിലും നീ എന്റെ മുടിയൊന്ന് വെട്ടി തീർക്കോ ഉസ്മാനെ? ഇപ്പൊ തീർക്കാൻ അല്ല, 4 രോമമുള്ള എന്റെ മുടി വെട്ടാൻ നിനക്ക് 4 ദിവസം. അപ്പൊ ബുദ്ധിജീവിന്റെ മുടി വെട്ടാൻ എത്ര ദിവസം? നിങ്ങൾക്ക് എത്ര ധൃതി ഉണ്ടെങ്കിൽ വേറെ ബാർബർ നോക്ക്. അയ്യോ, അങ്ങനെ പറയല്ലോ ഉസ്മാനെ. പല ബാർബർമാരും നക്സലേറ്റാ. ഒരൊറ്റ എണ്ണത്തിനെ വിശ്വസിച്ചൂടാ. പണക്കാരാണോ എന്ന് സംശയം തോന്നിയാ അപ്പൊ കൗത്ത് വെട്ടിക്കളയും. ഉസ്മാനെ, ഇച്ചു തന്നെ എന്റെ മുടി വെട്ടിയാൽ മതിട്ടാ. എത്ര വേണേലും എടുത്തു. തോമാന്നല്ലോ, കൊച്ചു ദേശത്താവും. പരിശുദ്ധ കാമുകി ഒന്ന് പോടും ഉസ്മാൻ.
ചീട്ടി വെച്ച കഴിക്കാൻ പറ്റിക്ക്. ബേയ് രാജാ ബേയ്. ആ തുറക്കാൻ പോണ്, തുറക്കാൻ പോണ്. കഴിക്കാൻ പറ്റിക്ക്. അയ്യോ എന്റെ പേഴ്സ് പോയേ. അയ്യോ അതാ കള്ള ഹിമാൻ മാണ്ടമൂത്തപ്പ അടിച്ചിട്ടുണ്ടാവും. മണ്ടത്തിന്റെ ഉമ്പാണ് ബാപ്പ. നിങ്ങൾ കേട്ടാ കൂട്ടരെ ലഹള. ആ മണ്ടമുത്തപ്പ ഇന്നും ആരാട്ടിന്റെ പേഴ്സ് പിടിക്കി. ശ്ശോ, ഈ പോക്കറ്റ് ശരിയാണോ ബുദ്ധിജീവി? ഒരു തൊഴിലെന്ന നിലയ്ക്ക് പോക്കറ്റടി ഒട്ടും മോശമല്ല. അതൊരു ജനകീയ സോഷ്യലിസ്റ്റ് കലയാണ്. സോവിയറ്റ് റഷ്യയിൽ ഇതിനൊക്കെ കോളേജുണ്ട്. കൊച്ചു ത്രേസ്യ, ഇന്ന ഞാൻ വറുത്ത ചക്കക്കുരു എല്ലാരും തിന്നാം. ആ കൊട്ടത്തരിയുണ്ടോ കൊച്ചു ത്രേസ്യ? ചക്കരയില്ല. ഓ, അതൊക്കെ തോമായിക്ക് സ്പെഷ്യലായിട്ട് കൊടുക്കും. എന്താ ബുദ്ധിശീലി? അല്ല നിങ്ങളിത് എവിടെ പോണു? ഈ ബൂർഷ്വ മൂരാഴ്ചകളെ ഒതുക്കാൻ നാട്ടിൽ ജനകീയ ജനാധിപത്യ വിപ്ലവം വരണം. അവളുടെ ഒരു പൊടുന്നൂസ് മൂക്കുത്തി ദേശനായിട്ട് പാടില്ലല്ലോ. മുത്തപ്പ, വെറുതെ അല്ല നിന്നെ എല്ലാവരും മണ്ടാന്ന് വിളിക്കണം. നേരെ ഒരു പോക്കറ്റ് അടിക്കാനും കൂടി തലച്ചോറില്ല. നിങ്ങളെല്ലാരും ചിരിച്ചോ? ഇതൊക്കെ മാമ നിങ്ങൾ ഒരൊറ്റ ഒരുത്തൻ പറഞ്ഞ് പരത്തരം നുണകളാണ്. അതേടാ, അതേടാ ഹിമാറെ, ഞാൻ തന്നെയാ പറഞ്ഞത്. കേട്ടോ കൂട്ടരെ, ഇവനെ ഞാൻ മൂക്കിൽ കൂടെ പുകവിടാൻ പഠിപ്പിച്ചു. എത്ര രൂപയ്ക്ക്? 1 രൂപയ്ക്ക്. എന്നിട്ട് ഇവൻ എനിക്ക് എത്ര കാശ് തന്നു? 5 രൂപ. അപ്പൊ ബാക്കി 10 രൂപയോ? അവൻ പോകാറെ പറ്റിച്ച് പോക്കറ്റ് അടിച്ചു. ഇത് നുണയാണ്. നിങ്ങളൊക്കെ കൂടിയാണ് അയാളെ തലയിൽ കയറ്റുന്നത്. അല്ല നീ ചെയ്തത് ന്യായാണോ? നിങ്ങൾ പൊക്ക അവിടുന്ന്. എനിക്കറിയാം നിങ്ങളുടെ ഒരു ചക്കരയും തേങ്ങയും പരിശുദ്ധ പ്രേമവും. എന്റെ കർത്താവേ, ഞാനൊരു ന്യായം പറഞ്ഞതാ. അല്ല പിന്നെ അതല്ലയോ ന്യായം. നിങ്ങൾ വൺ നൈസ് മങ്കിയാണ്. വൺ നൈസ് മങ്കി. ഹിമാറെ, ഇന്ന് ഞാൻ വൺ നൈസ് മങ്കി. വൺ നൈസ് മങ്കി. അല്ലേ എന്റെ കൈ കിട്ടൂടാ. എനിക്കറിയാടാ ഫീസുകളെ. നിങ്ങൾ വയസ്സന്മാരെല്ലാരും എന്റെ കൂടെ നിന്നിട്ട് ആ കള്ള ഹിമാറിന് കഞ്ഞി വെച്ച് കൊടുക്കുന്നു. കർത്താവേ, ആ പോലീസ്. സൈനബ, ചായക്ക് ഒരു സുമാറില്ല. നീ ഇനി ആ മൊയ്താലിയുടെ കടയിൽ നിന്ന് പാല് വാങ്ങണ്ട. 1/2 ഗ്ലാസ് പാലിന് 1 കുടം വെള്ളം. അതാ മൂപ്പരുടെ കണക്ക്. പിന്നെ പാൽ എവിടെ കിട്ടും കൊച്ചു രസ്യ? എടി, ആ പാത്തുമ്മയുടെ ആട് പറ്റൂ, അവിടെ പാലുണ്ട്. അല്ല സൈനബ, നീ ഇങ്ങനെ ചായക്കട നടത്തിയിട്ട് പറ്റുകാരുടെ എണ്ണം കൂടണല്ലാതെ കായ് വല്ലതും കിട്ടുന്നുണ്ടോ നിനക്ക്? അതിന് ഞാൻ ചായക്കട നടത്തുന്നത് എനിക്കറിയാം എനിക്കറിയാൻ പറ്റത്തേ, നീ ആ മുത്തപ്പയ്ക്ക് വിരുന്നൊരുക്കാനല്ലേ കൂടി
എന്താ ഓടി വരണേ? അന്റെ പാപ്പ നമ്മളെ തല്ലാൻ ഓടിച്ചു. സൈനബ, അയ്യോ, നിങ്ങൾ ആണാണെന്ന് പറഞ്ഞിട്ട് നടന്നാ പോരാ. ഇത്തിരി ധൈര്യം വേണ്ടേ നിങ്ങക്ക്? നീ ആ മമ്മൂഞ്ഞിനെ കണ്ട? എപ്പോഴുണ്ട് നിങ്ങൾക്കൊരു മമ്മുഞ്ഞും പൊങ്കുരിശും കോപ്പും. നിങ്ങൾ ഇവിടെ എന്തിനാണ് കുത്തിരിക്കുന്നത്? ഞാൻ ഇപ്പൊ പുട്ടെടുക്കാം. ഇസത്തിന്റെ വിളി വന്ന് വയറിലും മുട്ടുമ്പോ സൈനബാന്റെ കടയില് പുട്ടും കടല്. ആ സൈനബാന്റെ കടയില് പുട്ടും കടല്. ഇസത്തിന്റെ വിളി വന്ന് വയറിലും മുട്ടുമ്പോ സൈനബാന്റെ കടയില് പുട്ടും കടല്. ആ സൈനബാന്റെ കടയില് പുട്ടും കടല്. അതിശയം, ഇന്നും കോയിമുട്ട. എടി സൈനബ, നീ ഞമ്മന്റെ പുട്ടി മാത്രം കോയിമുട്ട വെക്കുന്നു. ആ മമ്മൂട്ടിന് അപ്പടി പരാതിയാ. അതെന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാ? നിങ്ങൾ പറ്റുപോട് കണ്ട അതിൽ നിങ്ങൾക്ക് വല്ലതും മനസ്സിലായ? സൈനബ, നീ ഇങ്ങനെ കാലിന്റെ കാര്യം പറഞ്ഞു എന്നെ ബേജാറാക്കരുത്. പറ്റുവകയിൽ കാശ് കുറച്ചെടുക്കുന്നത് എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടാ? പോകുമ്പോ ടോർച്ചിൽ നേന്ത്രപ്പഴം വെക്കുന്നത് എന്താന്ന് ചിന്തിച്ചിട്ടുണ്ടാ? ഇതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ബുദ്ധിയിലാണ്. എല്ലാരും വെറുതെ നിങ്ങളെ മണ്ടാന്ന് വിളിക്കുന്നത്. കണ്ട, നീ ഇപ്പൊ എന്നെ മണ്ടാന്ന് വിളിച്ചില്ലേ? അതാണ് സൈനബ. അനക്കങ്ങളോട് സൈനബ, മുത്തപ്പ, അനക്കങ്ങളോട് പെരും ഇഷ്ടം. സൈനബ. എടാ 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 ആറാം പറഞ്ഞേ, നീ ഇവിടെ എത്തിയ? എടാ നിന്നെ ഞാൻ ഇന്ന് കൊല്ലും. അതിനു മുമ്പ് ഞാൻ ഇന്നെ കൊന്നിട്ട് സൈനബയെ കെട്ടു. ഏയ് സൈനബ, എന്താ നീ ആവുക പറയണത്? സത്യമായിട്ട് പാപ്പ, അനക്ക് മുത്തപ്പനെ ഇഷ്ടാ. നിന്നെ ഞാൻ കൊല്ലും. എന്താണ് മുത്തപ്പ നിനക്ക് ഇത്ര ബേജാറ്? അറിഞ്ഞ സംഗതി അറിഞ്ഞ സൈനബാക്ക് മുത്തപ്പാടെ മുടിഞ്ഞ പ്രേമം. അങ്ങനെ തന്നെ വേണം മൂപ്പർക്ക്. ഇനി ഇവിടെ ഒരു ജഗ പോകാൻ നടക്കും. എന്റെ കാശ് പിടിഞ്ഞ ഒറ്റക്കണ്ണന് അങ്ങനെ തന്നെ വേണം. നിങ്ങക്ക് ചിരിയും കളിയും. എന്റെ കാലിൽ തീയാണ്. പൊൻകുരിശേ, നിങ്ങ എന്തെങ്കിലും വിദ്യ പറയേ. മുത്തപ്പ, ഇങ്ങനെ ബേജാറാണ്ടിരിക്കുന്നു. നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്ന്. എനിക്ക് ഈ പ്രേമത്തിലും പെണ്ണിനും ഒരു വിശ്വാസമില്ല. നിങ്ങളായി ഇങ്ങനെ പാടായി പെണ്ണെന്ന് പറഞ്ഞൊരു വർഗത്തെ ഞാൻ വിശ്വസിക്കൂല. അത് രാമനായരെ, അമ്മൂന്ന് പറഞ്ഞ് സുന്ദരിക്കുമത പണ്ട് നിങ്ങളെ പറ്റിച്ചോണ്ടല്ലേ? മുത്തപ്പാക്ക് സൈനബാനെ കെട്ടിച്ചു കൊടുത്ത എന്താ മങ്കിക്ക്? മൂപ്പര് 120 ഉറുപ്പിക ഉണ്ടാക്കി വെച്ചിട്ട് പെണ്ണിനെ ചട്ടുപൊക്കോന്ന് കെട്ടിച്ചു കൊടുക്കാതിരിക്കുമ്പോഴാ ഈ മണ്ടന്റെ ഒരു പ്രേമം. ഇന്ന് നോക്കിക്കോ, ആ വണ്ണൈസ് മങ്കിക്ക് റൂഹുള്ള കാലത്ത് തന്നെ ഞാൻ സൈനബയെ കെട്ടു. നടക്കൂല, നടക്കൂല. അനക്ക് റൂഹുള്ളത്തോളം കാലം അത് നടക്കൂല.
പെണ്ണിനും ചെക്കനും മനസ്സുള്ള സ്ഥിതിക്ക് മുത്തപ്പാന്റെ ഭാഗത്താണ് ന്യായം. നമ്മൾ ഈ കാര്യത്തിന് വഴക്കിന് പോണ്ട. പെണ്ണിന്റെ കൽവ് പോക്കറ്റടിച്ചവന് പെണ്ണിനെ കെട്ടിച്ചു കൊടുക്കണം. എടി പ്രേമക്കാരി, കത്തിയറ മോളെ, ചലക്കാണ്ടിരുന്നോ നിന്നെ ഞാൻ. അപ്പൊ ഇനി എന്റെ മകത്ത് കേറിക്കോ? അല്ല, ഇപ്പൊ ഞാൻ എന്ത് കുറ്റം ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാനേ അവളെ ബാപ്പയാണ്, ബാപ്പ. എന്റെ കയ്യിൽ രൂപയുണ്ട്. ഞാൻ അവളുടെ കല്യാണം ചതുർപ്പൂന്ന് നടത്തും. അല്ലേ ബുദ്ധിജീവി? പോക്കറെ, താൻ ആ പെണ്ണിനെ പൂഴ്ത്തി വെച്ച് കരിഞ്ചന്തയിൽ വിൽക്കാൻ പോകുന്ന വിദേശ സർക്കാരിന്റെ മൂട് താങ്ങി മുതലാളിത്ത പിന്തിരിപ്പൻ മൂരാച്ചിയാണ്. ഒരു ബാപ്പ പെണ്ണിനെ വീട്ടിൽ സൂക്ഷിക്കുന്നത് എന്ത് മുത്തയിപ്പ്? ഇത് എന്തോ ന്യായം? പോക്കറ്റടിച്ച് നടക്കുന്ന യവന്. ആഹാ, അപ്പൊ നിങ്ങ ഒരു മന്ത്രി വന്ന് പെണ്ണ് ചോദിച്ചാ അവന് കെട്ടിച്ചു കൊടുക്കോ സലമാനെ? 100 വട്ടം. എടാ കള്ള ഹിമാലയ, ഈ നാട്ടുകാരൻ മുഴുവൻ പോക്കറ്റടിക്കുന്ന മന്ത്രിമാർക്ക് നിനക്ക് സൈനവാന കൊടുക്കാം. ജീവിക്കാൻ വേണ്ടി പോക്കറ്റടിക്കുന്ന മുത്തപ്പാക്ക് കൊടുക്കൂല, അല്ലേ? ഞാനൊരു ഉപായം പറയാം. നമുക്കൊരു ചീട്ടുകളി പന്തയം വയ്ക്കാം. മുതലാളിത്ത മൂരാഴ്ച രാജ്യമായ അമേരിക്കയിലെ മലയാളികളുടെ ഇടയിൽ അങ്ങനെ ഒരു മത്സരമുണ്ടത്രേ. ഇവിടെ മത്സരം പോക്കറും മുത്തപ്പായും തമ്മിൽ. ജയിക്കണനാളുടെ പക്ഷത്ത് ന്യായം. മുത്തപ്പ ജയിച്ചാൽ മുത്തപ്പയ്ക്ക് സൈനവയെ കെട്ടിച്ചു പോകണം. പോക്കർ ജയിച്ചാൽ മുത്തപ്പ നാട് പോകണം. അത് ഞാൻ സമ്മതിച്ച്. നീ വെട്ടിക്കെട്ടി വെച്ചോ മുത്തപ്പ, മണ്ട മുത്തപ്പ. 22 കൊല്ലത്തെ മുച്ചീട്ട് കളിയിൽ ഒറ്റക്കണ്ണൻ പോക്കർ തോറ്റ ചരിത്രമില്ല. ആരും ഈ കളി പഠിച്ചിട്ടുമില്ല. പിന്നെ അതിന് പോക്കർ വിഷമിക്കണം? അന്ന് രാത്രി പോക്കർ ഏറ്റവും ശാന്തനായി ഉറങ്ങി. എന്നാൽ പൊതുജനം ഈ കരിഞ്ചന്തക്കാരനും ഊഴ്ത്തിവെപ്പുകാരനും വിദേശ സർക്കാരിന്റെ മൂടുതാങ്ങിയുമായ പോക്കറുടെ സുനിശ്ചിത വിജയത്തിന് കാരണമായേക്കാവുന്ന ബുദ്ധിജീവിയുടെ ഈ ആശയത്തെ ശക്തമായി അപലപിച്ചു. ബുദ്ധിജീവി തുലയട്ടെ എന്ന് ആർത്തലച്ചു പറഞ്ഞ് സ്വന്തം വീടുകളിൽ പോയി മരച്ചീനിയും കട്ടൻ കാപ്പിയും കഴിച്ച് നാളെ പുലരാൻ വെമ്പൽ കൊണ്ട് ഉറങ്ങി. സംഗതി ആകെ കുഴഞ്ഞ മട്ടാണ് സൈനമ്മ. അല്ല പാപ്പ ആകെ കലിപ്പിലാണ്. ഇനി എന്ത് ചെയ്യുന്നു അതൊക്കെ ഒരു പിടിയില്ല. അല്ല പാപ്പനെ ഞാൻ എങ്ങനെ ചീട്ടുകളിൽ തോൽപ്പിക്കും? ആരാ സൈനവ ഈ മോദി നേരത്ത് വർത്താനിക്കണതോടെ? മോദി നേരത്ത് കൂട്ടിക്കാണ്ട് ആരാന്റെ മാവിലൊരു കിന്നാരം പറയണ കൊള്ളൊക്കെ കല്ലെറിഞ്ഞ് പറപ്പിക്കാ വേണ്ടത്. ഒരു സൂത്രണ്ട് ബാപ്പാനെ തോൽപ്പിക്കാനുള്ള വിദ്യ ഞാൻ പറഞ്ഞുതരാം.
ഇത് നിന്റെ ഒടുക്കത്തെ ദിവസാ. ഇന്ന് നിങ്ങൾ കണ്ടോളി മൂത്താപ്പ ആരാണെന്ന്. ദാ ഇത് കണ്ട, ഇത് വെച്ചെന്റെ കളി ഞാൻ തുടങ്ങാൻ പോണ്. നിങ്ങൾ കണ്ട, ഈ ബർക്കത്തുള്ള കാശ് എനിക്ക് സൈലമ തന്നതാ. നിന്നെ ചേർക്കാണ്ട് വന്ന് കായ് വെക്കടാ. ആർക്കും വെക്കാം, ഏത് മണ്ടൻ വെക്കാം. എന്നാ ഈ സീറ്റിൽ ഇരിക്കട്ടെ. എന്നാ ശരി, നമ്മ തുടങ്ങാൻ പോകുന്നത്. എല്ലാം കേട്ടാലേ. നോട്ട് ചെയ്താ ഒരു മുടിയിലല്ലോ. മുത്തപ്പ പന്തിരിയും ജയിച്ച നിലയ്ക്ക് ഈ സൈനബയെ മുത്തപ്പയ്ക്ക് എന്ന് ഞാൻ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. ഇതിങ്ങനെ വന്നപ്പാ 21 കൊല്ലായിട്ട് നമ്മ കളിക്കുന്നത് അറിയോ? സത്യാണല്ലോ. ഈ നാട്ടുകാരെ നിങ്ങളതാണ്. ഈ പെൺകുട്ടിയോട് ഒന്നിനെങ്കിലും ജീവനോടെ വെച്ചിരിക്കാമോ? ഇപ്പൊ ഞാൻ പറഞ്ഞത് വിശ്വാസായ? പെണ്ണെന്ന് പറഞ്ഞൊരു വർഗത്തെ ഞാൻ വിശ്വസിക്കൂല. ഇനി മുതൽ മൂരാച്ചികളെയും കരിഞ്ചന്തക്കാരെയും പൂട്ടിവെപ്പുകാരെയും ഒരു പാഠം പഠിപ്പിക്കാൻ നമ്മുടെ ബുദ്ധിശീലിയെ തെരഞ്ഞെടുത്ത വിവരം ഈ നാട്ടുകാരെ നമ്മൾ അറിയിക്കുന്നു. അപ്പോ ബുദ്ധിപരമായി ആലോചിച്ചാൽ ഈ യുദ്ധത്തിൽ ആരാ ജയിച്ചത്? ഇല്ല, ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല. സാധാരണ ജനങ്ങൾ എല്ലാവരും തോൽക്കുന്നു. ബുദ്ധിപരമായി ആലോചിച്ചാൽ അപ്പോൾ ആരാ ജയിച്ചത്? സ്ഥലനിവാസികൾ അമിട്ട് മാലപ്പടക്കം തുടങ്ങിയ വെടിക്കെട്ട് മേളങ്ങളോടെ സൈനബയെ മണിയായിലേക്ക് അറിയിച്ചു. മംഗളം, ശുഭം. നാടകം ഇവിടെ പൂർണ്ണമാകും. ഞാനിങ്ങനെ ഇരുന്നപ്പോൾ ഹരിദാസ് ആസ് വിളിച്ചു, ലാനയുടെ പരിപാടിക്ക് എന്തെങ്കിലും ഒരു സാഹിത്യപരമായ ഒരു സംഗതി ചെയ്യണമെന്ന്. അപ്പം എൻ്റെ
റിസർവിലുണ്ടായ ഒരു കാര്യമാണ്. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നോക്കാം. അപ്പം അവരൊന്ന് കേട്ട് നോക്കാമെന്ന് പറഞ്ഞു. ഞാനത് എൻ്റെ എന്താ പറയുക ആവേശത്തിലെ ഒരു ചാക്യാർകൂത്ത് പോലെ ഇവരൊക്കെ ചെയ്തു കൊടുത്തപ്പോൾ ഇവരെ ഞാൻ പെടുത്തി. ഇതിവിടെ ചെയ്യാം അവർ സമ്മതിക്കായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവരെയും നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ എഴുതി, പിന്നെ നമ്മുടെ സ്ഥലത്തെ പ്രധാന സുന്ദരി സൈനബയായിട്ട് മീനു എലിസബത്ത് ഡാലസിന്, പൊൻകുരിശു തോമയായിട്ട് ഷാജി, ആനവാരി രാമൻ നായർ, സാമുവൽ യോഹന്നാൻ, ബുദ്ധിജീവി ഷാജു ജോൺ, പിന്നെ നമ്മുടെ മണ്ടൻ മുത്തപ്പയായിട്ടും പിന്നെ ഈ നാടകത്തിന്റെ സഹസംവിധാനവും നിർവഹിച്ചത് അനശ്വർ മാമ്പള്ളി. പിന്നെ ഈ നാടകത്തിന്റെ എല്ലാവിധ ഭാരവും ഏറ്റെടുത്തത് ഞാനിത് കൊടുത്തു. പിന്നെ എനിക്ക് പറ്റുന്ന ചാക്യാർകൂത്തൊക്കെ ചെയ്തു എന്നേ ഉള്ളൂ. ഇതിനെ ഒരു പരുവത്തിലായത് ആക്കിയത് നമ്മുടെ സംവിധായകൻ ഹരിദാസ് തങ്കപ്പൻ. പിന്നെ ബഹുജന പക്ഷത്ത് നിന്ന് പ്രധാനിയായിട്ട് വന്നത് ബാർബർ ഉസ്മാൻ, നമ്മുടെ പ്രിയപ്പെട്ട ബാജി. പിന്നെ ഭരതകലയുടെ എല്ലാ സാങ്കേതിക സഹായവും ഉണ്ടായിരുന്നു. നമ്മുടെ സിൽക്കായിട്ട് പണക്കാരൻ സിൽക്കായിട്ട് വന്നത് ജോസ് വച്ചാലിൽ സാറാണ്. ക്ഷമിക്കണം, ഞാനിത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇതായിപ്പോയി. പിന്നെ ഈ നാടകത്തിന് എല്ലാ സാങ്കേതിക സഹായവും ചെയ്തു തന്ന ഭരതകലയോടുള്ള അഗൈതവമായ നന്ദി. ഇവിടെ ഇത് അവതരിപ്പിക്കാൻ അവസരം തന്ന ലാനയ്ക്ക് ഒരുപാട് നന്ദി. പിന്നെ ഹരിയാണ് ഇതിന്റെ എല്ലാ ഭാരം എടുത്ത അനശ്വരം. ഞാൻ വീണ്ടും വീണ്ടും ഹരിയോടും അനശ്വരനോടും ഇവരുടെ കൂടെ ആവുമ്പോഴാണ് എനിക്ക് വളരെ സന്തോഷം വരുന്നത്. വളരെ വളരെ നന്ദി പറയുന്നു. പിന്നെ ഇവിടെ സ്റ്റേജിലെ ലൈറ്റും കാര്യങ്ങളും ഒക്കെ ചെയ്തു തന്ന എല്ലാവരോടും നന്ദി. പിന്നെ ഞാൻ റിട്ടയർ ചെയ്താൽ ഒരു നാടക ട്രൂപ്പ് തുടങ്ങും. അപ്പം അതിൻ്റെ മാനേജറായിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് ടിജി ഉണ്ട്. കർട്ടനൊക്കെ ചെയ്തു തന്ന ഷാജിയോടും പ്രത്യേകം നന്ദി പറയും. ഞങ്ങൾക്ക് ശബ്ദം റെക്കോർഡ് ചെയ്തിരുന്ന പലർക്കും വേണ്ടി അവരെ ആളിൽ നിന്ന് രണ്ടുപേർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അവരെ രണ്ടുപേരെ മറക്കാൻ പറ്റത്തില്ല, അവരിവിടെ ഇല്ല. ഞങ്ങളുടെ അടുത്ത കൂട്ടുകാരായിട്ടുള്ള ജേസൺ ആൻഡ് ഇഗ്നേഷ്യസ്, ഇവർ രണ്ടുപേരാണ് ഞങ്ങളുടെ ശബ്ദം. പിന്നെ ഷാലു എന്ന ആളാണ് ഞങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ. അവരാരും ഇവിടെ ഇല്ല, പക്ഷേ അവരെ സ്മരിക്കാതെ ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങി പോകാൻ പറ്റത്തില്ല. താങ്ക് യു. പിന്നെ ഞങ്ങളുടെ ഇതിന് അല്പം ഫൈനാൻഷ്യൽ സപ്പോർട്ട് തന്നിട്ടുള്ള ആള് ടോം കോരൻ ആണ്. അദ്ദേഹത്തിന് പേരാണ്. ഞങ്ങളുടെ കൂടെ ആർക്കെങ്കിലും ഫോട്ടോ എടുക്കണമെന്ന് വരാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മേക്കപ്പ് അടിക്കത്തുള്ളൂ. ആരും വന്നില്ലെങ്കിലും ഞങ്ങൾക്ക് സങ്കടമാവും. സന്തോഷ് പാല നാളെ കണ്ട് മാനി വീണതായിരിക്കും. നാനയുടെ ഇവിടുത്തെ കമ്മിറ്റിക്ക് വേണ്ടി സന്തോഷമാണ് കൊടുക്കേണ്ടത്. പക്ഷെ സന്തോഷയുടെ കൊടുക്കാല്ലേ? മാത്യു സാർ ഉണ്ടല്ലോ.